ചില യാഥാർത്ഥ്യങ്ങൾ വെളിച്ചം കടക്കാത്ത ഇരുട്ടറകൾ പോലെയാണ്. അവ നമ്മുടെ മനസ്സിൽ പൂട്ടിക്കിടക്കും. അത് കേൾക്കുന്നവർക്കൊരുപക്ഷെ ഒരു ഭീകരമായ സ്വപ്നം മാത്രമായിരിക്കും. എന്നാൽ ലോറി ഡ്രൈവറായ ഹരിക്കതങ്ങനെയല്ല. അതവന്റെ ജീവിതത്തെ കീറിമുറിച്ചൊരു ഓർമ്മയാണ്. 20 വർഷത്തെ പരിചയം കൊണ്ടുപോലും ആ ഓർമ്മ മായ്ക്കാൻ അവനായില്ല. ഭൂതത്താൻ ചുരമെന്ന ആ ഒറ്റരാത്രിയുടെ ഭീകരത അത്ര വലുതായിരുന്നു. ആ ഓർമ്മകളിൽ ഇന്നും അവന്റെ നെഞ്ചിടിപ്പൊരു ചെണ്ടകൊട്ടുപോലെ മുഴങ്ങും. നെറ്റിയിൽ തണുത്ത വിയർപ്പ് പൊടിയും. അന്ന് ഹരിയുടെ സഹായിയായി കൂടെയുണ്ടായിരുന്നത് മനു എന്ന ചെറുപ്പക്കാരനാണ്. അവന് 22 വയസ്സായിരുന്നു പ്രായം. അവൻ നല്ല കാര്യപ്രാപ്തിയുള്ളവനായിരുന്നു. പക്ഷെ രാത്രിയെ അവൻ മാരകമായി ഭയപ്പെട്ടു. അതൊരു കുട്ടിയുടെ പേടിയായിരുന്നില്ല. ഏതോ അദൃശ്യമായതിനെക്കുറിച്ചുള്ള ഉൾഭയമായിരുന്നു അത്. അന്നേ ദിവസം ഉച്ചയോടെയാണ് അവർ ലോഡ് കയറ്റിയത്. ഇടുക്കിയിലെ വാഗമണായിരുന്നു ലക്ഷ്യം. അമ്മയെ ഡോക്ടറെ കാണിക്കാനായി മനു പുറത്തുപോയിരുന്നു. 1 മണിക്കൂർ എന്ന് പറഞ്ഞാണ് പോയത്. എന്നാൽ അവൻ തിരിച്ചെത്തിയത് 3 മണിക്കൂർ കഴിഞ്ഞാണ്. അങ്ങനെ വൈകിട്ട് 3 മണിയോടെ അവരുടെ ലോറി യാത്ര തുടങ്ങി. സന്ധ്യ കഴിഞ്ഞ് 8 മണിയായി കാണും. അവർ ഭക്ഷണം കഴിച്ച് യാത്ര തുടരുകയായിരുന്നു. അപ്പോഴാണ് ഹൈവേയിൽ വണ്ടികളുടെ നീണ്ട നിര കണ്ടത്. ഒരു വലിയ മലയിടിഞ്ഞിരിക്കുന്നു. റോഡ് പൂർണ്ണമായും മൂടിപ്പോയിരുന്നു. ചേട്ടാ, നമ്മൾ പെട്ടു. മനുവിന്റെ ശബ്ദം നിസ്സഹായതയോടെ ഇടറി. നഷ്ടപ്പെട്ട സമയം തിരിച്ചുപിടിക്കാൻ ഗോപൻ തന്റെ പഴയ ഓർമ്മകളെ ആശ്രയിച്ചു. മനു, ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ പുറകിലേക്ക് പോകണം. അവിടെ ഭൂതത്താൻ ചുരം എന്നൊരു കാട്ടുപാതയുണ്ട്. അതൊരു ഷോർട്ട് കട്ടാണ്. 10 വർഷം മുൻപ് പകൽ സമയത്ത് ഞാൻ ആ വഴി പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേറെ വഴിയില്ല. നമുക്ക് ആ വഴി പോകാം. ഭൂതത്താൻ ചുരം? ഈ രാത്രിയിലോ ചേട്ടാ? മനുവിന്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. ആ പേര് കേട്ടിട്ട് തന്നെ ഒരു പേടി തോന്നുന്നു. നമുക്ക് വേറെ വഴിയില്ല മനു, നീ ധൈര്യമായിട്ടിരിക്കെ, ഹരി അവനെ ശാസനയോടെ പറഞ്ഞു. എങ്കിലും അവന്റെ മനസ്സിലും ആ പേര് ചെറിയൊരു ഭയം നിറച്ചു. ലോറി തിരിച്ച് 5 കിലോമീറ്റർ പിന്നോട്ട് സഞ്ചരിച്ചു. ശേഷം വിജനമായ ഒരു ഉപപാതയിലേക്ക് പ്രവേശിച്ചു. ആ കാട്ടുപാതയിലേക്ക് ലോറി കടന്നതും അന്തരീക്ഷമാകെ മാറിമറിഞ്ഞു. വല്ലാത്തൊരു നിശബ്ദത അവിടെ നിറഞ്ഞു. വാഹനത്തിന്റെ ടയർ റോഡിലുരയുന്ന ശബ്ദം പോലും കേൾക്കാനില്ലായിരുന്നു. റോഡിലേക്ക് തിരിഞ്ഞ ഉടൻ തന്നെ ഒരു ദുർഗന്ധം ലോറിക്കുള്ളിലേക്ക് അടിച്ചു കയറി. കടുത്ത ചീഞ്ഞളിഞ്ഞ മാംസത്തിന്റെയും കരിഞ്ഞ എണ്ണയുടെയും ഗന്ധമായിരുന്നു അത്. അന്തരീക്ഷത്തിലെ ഊഷ്മാവ് പെട്ടെന്ന് താഴ്ന്നു. എല്ലാം മരവിപ്പിക്കുന്ന തണുപ്പായി. കുറച്ചു ദൂരം ചെന്നപ്പോൾ റോഡിന്റെ ഇരുവശവും ഇടതൂർന്ന കാടായി മാറി. മരങ്ങൾ അതിന്റെ ശാഖകൾ താഴ്ത്തി നിന്നു. അവ ഭീമാകാരന്മാരെപ്പോലെ റോഡിലേക്ക് തൂങ്ങിക്കിടന്നു. എല്ലായിടത്തും ഇരുട്ട് കട്ടപിടിച്ചു കിടക്കുകയായിരുന്നു. ഹരി എത്ര ശ്രമിച്ചിട്ടും ലോറിയുടെ വേഗത കൂട്ടാൻ കഴിഞ്ഞില്ല. എഞ്ചിൻ സാധാരണ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ടും ലോറിയെ ആരോ മറ്റേ അറ്റത്തുനിന്ന് പിടിച്ചു വലിക്കുന്ന പോലെ ഒരു ഭാരം അവൻ അനുഭവപ്പെട്ടു. പേടി സഹിക്കാനാവാതെ മനു ഒരു തലവേദനയുടെ പേര് പറഞ്ഞു. അവൻ പിറകിലെ ബെഡിലേക്ക് പോയി കിടന്നു. അധികം വൈകാതെ അവൻ ഉറക്കത്തിലേക്ക് വഴുതു വീണു. അവന്റെ ശ്വാസം പോലും നിലച്ചതുപോലെ നിശ്ചലമായൊരുറക്കം. ഹരി ഒറ്റയ്ക്കായി. അവന്റെ ശ്രദ്ധ റോഡിൽ നിന്ന് ചെറുതായി മാറിയപ്പോൾ ഒരു തോന്നലുണ്ടായി. കാട്ടിലെ ഇരുണ്ട കൊമ്പുകൾക്കിടയിൽ നിന്ന് ആരോ തന്നെ വികൃതമായി നോക്കുന്ന പോലെ. ആ ഘോരമായ നിശബ്ദതയിൽ ലോറിയുടെ ഡാഷ്ബോർഡിലെ ക്ലോക്കിന്റെ ശബ്ദം പോലും ഉച്ചത്തിലായി. പെട്ടെന്ന് ലോറിയുടെ സൈഡ് മിററിൽ ഒരു തീവ്രമായ വെളിച്ചം കണ്ടു. പിന്നിലൊരു വണ്ടി വരുന്നു. അത് അവിശ്വസനീയവും അസാധാരണവുമായ വേഗതയിലാണ് പാഞ്ഞുവരുന്നത്. അതൊരു സാധാരണ വണ്ടിയല്ലെന്ന് ഹരിക്കുറപ്പായിരുന്നു. മിററിൽ കണ്ട വെളിച്ചം നിമിഷങ്ങൾക്കുള്ളിൽ ലോറിയുടെ തൊട്ടുപിറകിലെത്തി. അതൊരു പഴയ KSRTC ബസ്സായിരുന്നു. അതിന്റെ നിറം കടും ചുവപ്പായിരുന്നു. ബസിന്റെ മുൻവശത്തെ ഗ്ലാസ് പൊട്ടിയുരസി വികൃതമായിരുന്നു. ഹെഡ്ലൈറ്റുകൾ മങ്ങിയതും ചുവന്നതുമായിരുന്നു. അതിൽ നിന്നൊരുതരം ദുർബലമായ വിറയൽ പുറത്തേക്ക് പ്രസരിച്ചു. ആ ബസ്സിനുള്ളിൽ ഒരു ഡ്രൈവറെയോ യാത്രക്കാരെയോ കാണാൻ കഴിഞ്ഞില്ല. ഹരി കൈകാട്ടി വണ്ടി പതുക്കെയാക്കാൻ പറഞ്ഞു. എന്നാൽ ബസ് കൂടുതൽ അടുത്തേക്ക് വന്നു. അത് ഭ്രാന്തമായ വേഗതയിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. ഹരിക്ക് ഭയം തോന്നി. അവൻ ലോറി ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി. ലോറി സൈഡാക്കി നിർത്തിയിട്ടും ആ ഭീകരമായ ബസ് കയറിപ്പോയില്ല. ഹരി തല പുറപ്പേക്കിട്ട് നോക്കി. അപ്പോഴവിടെ ആ ബസ് ഉണ്ടായിരുന്നില്ല. ആ സ്ഥലം മുഴുവനും കട്ടികൂടിയ മഞ്ഞ് പൊതിഞ്ഞതുപോലെ തോന്നി. അന്തരീക്ഷത്തിൽ അപ്പോഴും കരിഞ്ഞ എണ്ണയുടെ ഗന്ധം മാത്രം അവശേഷിച്ചു.
ഒരു നിമിഷം കഴിഞ്ഞു. മിററിൽ വീണ്ടും അതേ പ്രകാശം. അതേ KSRTC ബസ്. ഇത്തവണ ഹരിയുടെ ദേഹം വിയർത്തു. ബസ് വീണ്ടും പിന്നിലെത്തി. ഇത്തവണ അതിന്റെ പൊട്ടിയ ജനൽ ഗ്ലാസുകളിലൂടെ അവനൊരു കാഴ്ച കണ്ടു. ചോരയൊലിപ്പിച്ച് വികൃതമായ ചില രൂപങ്ങൾ. അവർ തങ്ങളെ നോക്കി വിരൽ ചൂണ്ടുന്നു. അവരുടെ കണ്ണുകൾ കൺകുഴികളിൽ നിന്ന് പുറത്തേക്ക് തള്ളി വന്നിരുന്നു. ഹരി സൈഡ് കൊടുക്കാൻ വേണ്ടി വീണ്ടും ലോറി വേഗത കുറച്ചു. എന്നാൽ ബസ് ഇത്തവണയും ഓവർടേക്ക് ചെയ്യാതെ പിന്നിൽ തന്നെ നിന്നു. അവൻ ദേഷ്യത്തോടെ വീണ്ടും തല പുറത്തേക്കിട്ട് നോക്കി. അപ്പോഴും ബസ് അപ്രത്യക്ഷമായിരിക്കുന്നു. പക്ഷേ ലോറിയുടെ ചുവന്ന ബോഡിയിൽ ഒരടയാളം അവൻ കണ്ടു. 5 വിരലുകളുള്ള ഒരു ചോരക്കൈപ്പത്തിയുടെ അടയാളം. അത് പതിയെ മാഞ്ഞുപോയി. എങ്കിലും ആ സ്ഥലം കത്തി നിൽക്കുന്നതുപോലെ ചൂടായിരുന്നു. ആ ചൂടേറ്റ് അവന്റെ കൈ തളർന്നുപോയി. ഹരി ഒരു തീരുമാനമെടുത്തു. അടുത്ത തവണ ആ ബസ് വന്നാൽ എന്തു വന്നാലും സൈഡ് കൊടുക്കില്ല. യാത്ര തുടർന്നിട്ടും കാട്ടുപാതയ്ക്ക് ഒരവസാനവും കാണുന്നില്ല. ഒരു തുരങ്കത്തിനുള്ളിൽ അകപ്പെട്ടതുപോലെ ഹരിക്ക് തോന്നി. അപ്പോഴാണ് ലോറിയുടെ പിന്നിൽ അതിശക്തമായി എന്തോ വന്നിടിച്ചത്. ഒരു വലിയ ഡും ശബ്ദം. ചീഞ്ഞളിഞ്ഞ മാംസം ഒരു ഇരുമ്പു കഷ്ണത്തിൽ തട്ടിയതുപോലെയായിരുന്നു അത്. ആ ഇടിയിൽ ലോറിയൊന്ന് ആടി ഉലഞ്ഞു. മനു ഞെട്ടിയെഴുന്നേറ്റു. അവൻ പേടിച്ച് കരയുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാം മനു. അവർ ലോറിയുടെ പിന്നിലേക്ക് പോയി. അവിടെ വേറെയൊരു വാഹനവും ഉണ്ടായിരുന്നില്ല. ലോറിക്കാണെങ്കിൽ ഒരു പോറൽ പോലുമില്ല. പിന്നിൽ ചോരയുടെയും ചാണകത്തിന്റെയും ദുർഗന്ധം മാത്രം തങ്ങിനിന്നു. ഹരിക്ക് ഭ്രാന്തെടുക്കുന്നതുപോലെ തോന്നി. അങ്ങനെ അവർ സംസാരിച്ചു പോകുമ്പോൾ റോഡിന്റെ നടുവിൽ ഒരു കാഴ്ച കണ്ടു. ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നു. ഏകദേശം 25ഓളം രൂപങ്ങൾ. അവർക്കടുത്തേക്കെത്തിയതും ആ കാഴ്ച കണ്ട് അവരുടെ ജീവൻ നിലച്ചുപോകുന്നതുപോലെ തോന്നി. ചിലരുടെ തലയോട്ടികൾ തകർന്നിരുന്നു. കൺകുഴികൾ തുറന്ന നിലയിലായിരുന്നു. വായിൽ നിന്ന് കറുത്ത ദ്രാവകം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ചിലരുടെ കൈകാലുകൾ അറ്റുപോയിരുന്നു. ആ ഭാഗങ്ങളിൽ നിന്ന് കറുത്ത ചോര കിനിഞ്ഞിറങ്ങുന്നു. ആ ഭീകരമായ രൂപങ്ങൾ വിരലുകൾ നീട്ടിനിന്നു. കണ്ണുകളില്ലാത്ത കുഴികൾ തുറന്ന അവരെ തന്നെ നോക്കുകയാണ്, തങ്ങളെ കാത്തുനിന്നതുപോലെ. മനു ആ കാഴ്ച കണ്ട് ബോധം കെട്ട് സീറ്റിലേക്ക് വീണു. ഹരി സ്വയം ധൈര്യം സംഭരിച്ചു. ഇതൊരു പരീക്ഷണമല്ല എന്നവൻ മനസ്സിൽ ഉറപ്പിച്ചു. പിന്നെ രണ്ടും കൽപ്പിച്ച് ആ രൂപങ്ങളുടെ മുകളിലൂടെ ലോറി ഓടിച്ചു കയറ്റി. അവരുടെ മുകളിലൂടെ ലോറി കയറിയപ്പോൾ പിറകിൽ നിന്ന് പല ശബ്ദങ്ങളും കേട്ടു. പേടിപ്പെടുത്തുന്ന അലർച്ചകൾ, മാംസം ചതയുന്നതിൻ്റെ ശബ്ദങ്ങൾ, എല്ലുകൾ ഒടിയുന്നതിൻ്റെ കഠിനമായ ഞരക്കങ്ങൾ. ആര്യ ലോറി നിർത്താൻ ധൈര്യപ്പെട്ടില്ല. അവൻ വേഗത കൂട്ടി മുന്നോട്ടു കുതിച്ചു. കുറച്ചു ദൂരം മുന്നോട്ടു പോയപ്പോൾ മിററിൽ വീണ്ടും അതേ പ്രകാശം കണ്ടു. ആ KSRTC ബസ് പിന്നെയും എത്തിയിരിക്കുന്നു. ഇത്തവണ ആ ബസ്സിൽ നിന്ന് വല്ലാത്തൊരു വിലാപം കേൾക്കാൻ തുടങ്ങി. ബസ് ലോറിയുടെ പിന്നിലെത്തിയതും വലിയൊരിടി പിന്നിൽ വീണ്ടും അനുഭവപ്പെട്ടു. ഒരു ഭീമാകാരമായ ഇരുമ്പ് കട്ട കൊണ്ട് ഇടിച്ചതുപോലെ. ഹരി സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചു. ആ ഇടി കഴിഞ്ഞതും ബസ് എവിടെയോ മറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ കാടിന്റെ അതിർത്തി കണ്ടു. എങ്കിലും ആ ബസ് ഇവിടെ എവിടെയോ തന്റെ പിന്നാലെ ഉണ്ടെന്ന് തോന്നൽ ഹരിയെ വിട്ടുപോയില്ല. അല്പം മുന്നോട്ടു പോയപ്പോൾ റോഡിന് താഴെയായി ഒരു ചെറിയ ഗ്രാമം കണ്ടു. അതോടൊപ്പം ഒരു വിശാലമായ നെൽപ്പാടവും. ആ പാടത്ത് വീശിയ കാറ്റിനു പോലും ആശ്വാസകരമായ തണുപ്പായിരുന്നു. ഹരി ലോറി സൈഡാക്കി നിർത്തി. അവൻ മനുവിനെ കഷ്ടപ്പെട്ട് വിളിച്ചുണർത്തി. മനു, വേഗം എഴുന്നേൽക്ക്. പ്രശ്നം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്റെ പിറകെ ഓടിക്കോ. അവർ നെൽപ്പാടത്തിലൂടെ ആ ഗ്രാമത്തിലേക്ക് ഓടി. ഓടുമ്പോഴും പുറകിൽ നിന്ന് ആരോ ഓടിച്ചിട്ട് പിടിക്കാൻ വരുന്നതുപോലെ തോന്നി. ചില ശബ്ദങ്ങളും ദുർബലമായ തേങ്ങലുകളും അവർ കേൾക്കുന്നുണ്ടായിരുന്നു. ഗ്രാമത്തിലെത്തി അവർ ഒരു വീടിന്റെ വാതിലിൽ മുട്ടി. മാധവൻ ചേട്ടൻ എന്നൊരാളാണ് അവർക്ക് അഭയം നൽകിയത്. ഹരി തളർന്ന ശബ്ദത്തിൽ തങ്ങൾക്ക് സംഭവിച്ച ഭീകര സംഭവങ്ങളെല്ലാം മാധവൻ ചേട്ടനോട് വിവരിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മാധവൻ ചേട്ടൻ പറഞ്ഞു, നിങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് മോനെ രക്ഷപ്പെട്ടത്. രാത്രിയിൽ ആ വഴി ആരും പോകാറില്ല. വർഷങ്ങൾക്ക് മുന്നേ ഒരു അപകടം നടന്നിരുന്നു. ആ ഭൂതത്താൻ ചുരത്തിൽ വെച്ച് ഒരു KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. അതൊരു തീർത്ഥാടന യാത്രയായിരുന്നു. യാത്രക്കാർ പലരും ശരീരം പല ഭാഗങ്ങളായി മുറിഞ്ഞാണ് മരിച്ചത്. ബസ്സിന്റെ അവശിഷ്ടങ്ങൾ പോലും അവിടെ നിന്ന് പൂർണ്ണമായി നീക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം രാത്രിയിൽ ആ വഴി പോയ പല ലോറി ഡ്രൈവർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ ബസ്സിൽ മരിച്ചവരുടെ ക്രൂരമായ ആത്മാക്കളാണ് അവിടെയുള്ളത്. അവർക്ക് നഷ്ടപ്പെട്ട യാത്ര പൂർത്തിയാക്കണം. അല്ലെങ്കിൽ ആ വഴിയാത്രക്കാരെ തങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കണം.
അതിനായി അവർ ആരെയോ കാത്തിരിക്കുകയാണ്. മാധവൻ ചേട്ടന്റെ വാക്കുകൾ കേട്ട് ഹരിയുടെയും മനുവിന്റെയും ശരീരം തളർന്നുപോയി. അന്നത്തെ രാത്രി അവർ ആ ഗ്രാമത്തിൽ ചിലവഴിച്ചു. പിറ്റേന്ന് രാവിലെ ലോറിയെടുത്ത് അവർ വേഗം ആ സ്ഥലം വിട്ടു. ഈ സംഭവത്തിന് ശേഷം മനു ആ ജോലി ഉപേക്ഷിച്ചു. ഹരി ഇപ്പോഴും ലോറി ഓടിക്കുന്നുണ്ട്. പക്ഷേ ഓരോ രാത്രി യാത്രയിലും ഒരു ചിന്ത അവനെ വേട്ടയാടും. പിന്നിലെ മിററിൽ ഒരു ചുവന്ന വെളിച്ചം കാണുമ്പോൾ അവൻ ചിന്തിക്കും, ആ അദൃശ്യമായ KSRTC ബസ് വീണ്ടും തന്റെ പിന്നാലെ വരുന്നുണ്ടോ? ഭൂതത്താഞ്ചുരത്തിന്റെ നിശബ്ദതയിൽ ഇപ്പോഴും ആ ആത്മാക്കൾ അലയുന്നുണ്ടാകാം, തങ്ങൾക്ക് നഷ്ടപ്പെട്ട യാത്ര പൂർത്തിയാക്കാൻ ആരെയെങ്കിലും കാത്തുകൊണ്ട്.